നമസ്തേ. പേരാമ്പ്ര മണ്ഡലത്തിൽ ഹിന്ദു സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ച് തലയിൽ തട്ടമിടിച്ച കാര്യം പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിലെ MLA ആയ ഫാത്തിമ തെഹ്ലിയ മാത്രം അറിഞ്ഞില്ല. അതിലൊരു വിമർശനം ഉയർന്നിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഒരു പെൺകുട്ടിയാണ് ഈ വിമർശനം അഴിച്ചുവിട്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ആ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം. നെറ്റിയിലെ സിന്ദൂരവും മറയ്ക്കാത്ത മുഖവും കേരളത്തെ ഒരു വിഭാഗത്തെ അസ്വസ്ഥരാക്കുന്നുണ്ടോ? എങ്ങനെ മക്കളെ ധരിക്കണമെന്ന് ഈ സ്ത്രീകൾ പഠിക്കേണ്ടി വരുമോ? എന്റെ ചോദ്യം നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ? ഭയം വേണ്ട, വെറും ജാഗ്രത മതി. കോഴിക്കോട് ഇരിങ്ങത്ത് പ്രവർത്തിക്കുന്ന ഗോൾഡൻ ഓക്ക് എന്ന കല്യാണ മണ്ഡപത്തിൽ നടന്ന സംഭവം പുറം ലോകം അധികം അറിഞ്ഞിട്ടില്ല. കല്യാണ മണ്ഡപത്തിൽ കാറ്ററിംഗ് ജോലിക്കെത്തിയ ഹിന്ദു സ്ത്രീകളെ നിർബന്ധിച്ച് നെറ്റിയിലെ സിന്ദൂരം മായ്പിച്ച് മക്കനെ ധരിപ്പിച്ചു എന്നതാണ് സംഭവം. ജനം TV ഒഴികെ മറ്റൊരു മെയിൻ സ്ട്രീം മീഡിയയിലും ഇതൊരു വാർത്തയാക്കി കണ്ടില്ല. ഇരിങ്ങത്തെ ഒരു പ്രാദേശിക ചാനലിൽ വന്ന വാർത്തയിൽ മാത്രം ഒതുങ്ങി അതിന്റെ കഥ. ഇരിങ്ങത്ത് പ്രവർത്തിക്കുന്ന ഗ്രീൻ ഓക്ക് കല്യാണ മണ്ഡപത്തിൽ കഴിഞ്ഞ ദിവസം കാറ്ററിംഗ് ജോലി ചെയ്ത ഹിന്ദു തൊഴിലാളികളെ നിർബന്ധിച്ച് തലയിൽ മക്കന ധരിപ്പിക്കുകയും നെറ്റിയിൽ തൊട്ട സിന്ദൂരപ്പൊട്ട് മായ്ച്ച് ജോലി ചെയ്യണമെന്നും പറഞ്ഞ മാനേജ്മെന്റിനെതിരെ ഇരിങ്ങത്ത് ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പേരാമ്പ്ര മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന തുറയൂർ പഞ്ചായത്തിലാണ് ഈ കല്യാണ മണ്ഡപം. പേരാമ്പ്ര മണ്ഡലത്തിന്റെ MLA ഫാത്തിമ തഹ്ലിയും ഈ വാർത്ത അറിഞ്ഞതായി കണ്ടില്ല. കേരളത്തിലെ ലെഫ്റ്റും റൈറ്റും നേതാക്കന്മാരാരും അറിഞ്ഞിട്ടില്ല. കേസില്ല, ഞെട്ടലില്ല, കണ്ണീരില്ല. സ്ത്രീ സംരക്ഷകരുടെ, ഫെമിനിസ്റ്റുകളുടെ, ആക്ടിവിസ്റ്റുകളുടെ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് പ്രസംഗങ്ങളില്ല. സാംസ്കാരിക നായകളാരും കൂട് തുറന്ന് പുറത്തിറങ്ങിയില്ല. എന്താ കാരണം? കാരണം ബാധിക്കപ്പെട്ടത് ഹിന്ദു സ്ത്രീകളാണ്. കേരളത്തിലെ ഏക മതേതര വിഭാഗം. കേരളത്തിലെ അടിയുറച്ച കോൺഗ്രസുകാരും മതേതര ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരും ഈ വാർത്തകൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കും. BJP ഭരണത്തിൽ വരരുതെന്ന് ഉറപ്പിച്ച് നിങ്ങൾ കുത്തിയ ചിഹ്നങ്ങൾ ഇന്ന് നിങ്ങളെ തന്നെ തിരിഞ്ഞു കുത്തി തുടങ്ങിയിരിക്കുന്നു. 4 മാസം മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന കൺഫ്യൂഷനിടയിൽ ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്: ലീഗ് ഭരിക്കും കേരള മണ്ണിൽ, ലീഗ് പറയും നിയമങ്ങൾ. അതെ, അതവർ നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ കരുതണം. ലീഗ് ഭരിക്കുന്ന പേരാമ്പ്ര മണ്ഡലത്തിൽ അവർ ആ നിയമങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയിരുന്നു. അർജുൻ ആയങ്കിയുടെയും TJ മോഹൻദാസിന്റെയും അറസ്റ്റിൽ മുങ്ങിപ്പോയ ഈ വിവാദ വാർത്ത ഇനി ഉയർന്നു വരില്ല. ആത്മാഭിമാനം പണയം വെച്ച്, വിശ്വസിച്ച മൂല്യങ്ങളെ മറന്നെന്ന് നടിച്ച്, നെറ്റിയിലെ സിന്ദൂരം മായ്ച്ച് മക്കന ധരിച്ച ആ സ്ത്രീകൾ ആരും പരാതിയുമായി മുന്നോട്ട് വരില്ല. കാരണം ഇത് കേരളമാണ്, ഹിന്ദുക്കളുടെ മാത്രം മതേതര കേരളം. പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിലാണ് ഹിന്ദു സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ച് തലയിൽ തട്ടമിടിച്ച് കാറ്ററിംഗ് ജോലി ചെയ്യിപ്പിച്ച ഗ്രീൻ ഓക്ക് എന്ന കല്യാണ മണ്ഡപം. എന്നാൽ പേരാമ്പ്രയിലെ MLA ആയ ഫാത്തിമ തെഹ്ലിയ ഇങ്ങനെ ഒരു സംഭവമേ അറിഞ്ഞില്ല എന്ന മട്ടിലാണ് നടക്കുന്നത്. ഇനി ഈ വാർത്ത ഒരിക്കലും പുറത്തു വരില്ല. കാരണം ഇത് ഹിന്ദുക്കളുടെ മാത്രം മതേതര കേരളമാണ്. പെൺകുട്ടി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്ന വാക്കുകളാണിത്. കോഴിക്കോട് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഹിന്ദു സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ച് തലയിൽ തട്ടമിടിച്ച് കാറ്ററിംഗ് ജോലി ചെയ്യിപ്പിച്ചെന്ന വാർത്ത വന്നിട്ടും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാം വായിൽ പഴം തിരുകിയിരിക്കുകയാണോ എന്ന ചോദ്യവുമായി വന്ന പെൺകുട്ടിയുടെ വീഡിയോ വൈറലാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ഇരിങ്ങത്ത് പ്രവർത്തിക്കുന്ന ഗ്രീൻ ഓക്ക് എന്ന കല്യാണ മണ്ഡപത്തിലാണ് ഈ ഒരു വലിയ സംഭവം നടന്നത്. ഇരിങ്ങത്തെ ഒരു പ്രാദേശിക ചാനലിലും പിന്നീട് ജനം TVയിലും ജന്മഭൂമിയിലും മാത്രമായി ഈ വാർത്ത ഒതുങ്ങിയെന്നും ഈ പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നു. ഈ പ്രശ്നത്തിൽ സാംസ്കാരിക നായകൾ ആരും കൂട് തുറന്ന് പുറത്തിറങ്ങിയില്ലെന്നും ഇതിന് കാരണം ബാധിക്കപ്പെട്ടത് ഹിന്ദു പെൺകുട്ടികളായതിനാലാണെന്നും പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തിലെ ലെഫ്റ്റും റൈറ്റും പാർട്ടിക്കാർ അറിഞ്ഞിട്ടില്ല. കേസില്ല, ഞെട്ടലില്ല, കണ്ണീരില്ല. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസിനുള്ളിൽ വഴക്കുമൂത്തപ്പോൾ കേരളത്തിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമുണ്ട്: ലീഗ് ഭരിക്കും കേരള മണ്ണിൽ, ലീഗ് പറയും നിയമങ്ങൾ. അതെ, അതാണ് ഇരിങ്ങലിൽ നടന്നതെന്നും പെൺകുട്ടി ചൂണ്ടിക്കാട്ടുന്നു. ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ എന്ന് പെൺകുട്ടി ചോദിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. ഒരു തട്ടമിട്ട സ്ത്രീയുടെ തട്ടം മാറ്റി സെറ്റ് സാരി ഉടുപ്പിച്ച് സിന്ദൂരം തൊടിയിച്ച് കാറ്ററിംഗ് ജോലിക്ക് നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ചേർന്ന് കേരളം അങ്ങ് കത്തിച്ചേനെ. നാളെ മുതൽ എല്ലാ ഹിന്ദു കല്യാണങ്ങൾക്കും സ്ത്രീകളെ പർദ്ദ ധരിപ്പിച്ച് നിർത്തി DYFI പർദ്ദ ഫെസ്റ്റിവൽ നടത്തിയേനെ എന്നൊക്കെയാണ് പെൺകുട്ടി പരിഹാസപൂർവ്വം ഈ വീഡിയോയിൽ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഇരയായത് ഹിന്ദു സ്ത്രീകളാണ്. അതുകൊണ്ട് മാത്രം എല്ലാവരും മൗനം പാലിക്കുന്നു. ഇതാണ് കേരളത്തിലെ കപട മതേതരത്വം. ഇതൊക്കെ കൊണ്ടാണ് ഓരോ സ്ത്രീകളും ഇതിനെതിരെ പ്രതികരിച്ച് മുന്നോട്ട് വരുന്നത്. പ്രതികരിക്കുന്ന എല്ലാവരെയും സംഖ്യയാക്കും, അല്ലെങ്കിൽ വർഗീയവാദിയാക്കും എന്ന പേടി ഇപ്പോൾ ജനങ്ങൾക്ക് പോയിരിക്കുന്നു. സംഖ്യയെങ്കിൽ സംഖ്യ, അതിലൊരു അന്തസ്സുണ്ട്. സത്യം തുറന്നു പറഞ്ഞാൽ സംഖ്യയാകുമെങ്കിൽ സംഖ്യയാകട്ടെ എന്ന് പറഞ്ഞ് ഓരോരുത്തരും മുന്നോട്ട് വരികയാണ് ദിനം പ്രതി. മാധ്യമങ്ങളുടെയും കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഈ കപട മതേതരത്വം വലിച്ചു കീറുക തന്നെ ചെയ്യുമെന്ന് പെൺകുട്ടി വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് വന്ന് പ്രതികരിച്ച ഈ പെൺകുട്ടിക്ക് തത്തുമയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.
ഇത്തരം കപട മതേതരത്വ മുഖങ്ങളെ വലിച്ചു കീറുക തന്നെ വേണം. കഴിഞ്ഞ 11-ാം തീയതിയാണ് ഈ ഒരു സംഭവം നടന്നത്. ഇരിങ്ങത്ത് ഗ്രീൻ ഓക്ക് കല്യാണ മണ്ഡപത്തിൽ, പേരാമ്പ്രയിലുള്ള ഒരു കല്യാണ മണ്ഡപമാണ്, കാറ്ററിംഗ് ജോലിക്കെത്തിയ ഹിന്ദു സ്ത്രീകൾക്ക് തലയിൽ തട്ടം ധരിച്ച് ജോലി ചെയ്യാൻ സ്ഥാപന ഉടമ നിർബന്ധിച്ചത്. അപ്പോൾ ഇതിന് പരാതിയൊക്കെ കൊടുത്തിരുന്നു. ആ പരാതിയിൽ പ്രതിഷേധം ശക്തമാക്കി ഹിന്ദു ഐക്യവേദി പോലുള്ള ഹൈന്ദവ സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ വളരെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയിരുന്നു. നെറ്റിയിൽ അണിഞ്ഞിരുന്ന സിന്ദൂര പൊട്ട് മായ്ച്ചു കളയാനും അതുപോലെ തന്നെ നിർദ്ദേശം നൽകിയെന്നാണ് ഈ പരാതിക്കാരുടെ ആരോപണം. സംഭവത്തിൽ ഹിന്ദു ഐക്യവേദി ശക്തമായ പ്രതിഷേധം, ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ എല്ലാവരും ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണം അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ കല്യാണ മണ്ഡപത്തിലെ കാറ്ററിംഗ് ജോലിക്കെത്തിയ വനിതാ തൊഴിലാളികൾക്കാണ് ഈ ഒരു ദുരനുഭവം നേരിട്ടത്. സ്ഥാപന ഉടമയുടെ പേര് കേൾക്കണം. സ്ഥാപന ഉടമ ഷെരീഫ് കുമ്മോളിക്കെതിരെയാണ് ഇവർ പരാതി നൽകിയത്. തലയിൽ തട്ടം ധരിക്കണമെന്ന് നിർദ്ദേശിച്ചു. തുടർന്ന് ചില സ്ത്രീകൾ ഈ നിർബന്ധത്തിന് വഴങ്ങി തട്ടം ധരിച്ച് ജോലി ചെയ്തെങ്കിലും മറ്റു ചിലർ അതിന് തയ്യാറാകാതെ മാറി നിന്നു. ഇതിനിടെ സംഭവത്തിൽ സ്ഥാപന ഉടമയുടെ വിശദീകരണവും പുറത്തു വന്നിരുന്നു. കല്യാണ പാർട്ടിയുടെ ആവശ്യപ്രകാരമാണ് സ്ത്രീകളോട് തലയിൽ തുണി ധരിക്കാൻ നിർദ്ദേശിച്ചതെന്നാണ് ഷെരീഫ് കുമ്മോളിയുടെ വാദം. മുസ്ലിം സ്ത്രീകളും അമുസ്ലിം സ്ത്രീകളും ഷോൾ തലയിലിട്ടാണ് ഇവിടെ സാധാരണയായി ജോലി ചെയ്യാറുള്ളതെന്നും ഈ ഷെരീഫ് കുമ്മോളി നൽകിയ ഒരു വിശദീകരണം. എന്തായാലും അവിടെ ആകെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് 24 വനിതകളാണ്. 24 വനിതകളാണ് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതും സ്ത്രീകൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അത്തരത്തിൽ ജോലി ചെയ്തെന്നുമാണ് ഇപ്പോൾ ആ ഒരു ഷെരീഫ് കുമ്മോളിയുടെ വിശദീകരണം. അതേസമയം ഇനി ഇത്തരം ആളുകൾ വന്നാൽ ഇതേ രീതിയിൽ ജോലി ചെയ്യിക്കില്ലെന്നും ഷെരീഫ് കുമ്മോളി വ്യക്തമാക്കിയതായിട്ട് പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. എന്നാലും സ്ത്രീകൾക്ക് അവരുടെ മതപരമായ അടയാളങ്ങൾ മാറ്റാനും പ്രത്യേക വസ്ത്രം ധരിക്കാനും നിർബന്ധം ചെലുത്തിയെന്ന ആരോപണം ഏറെ ഗൗരവത്തോടെയാണ് കാണേണ്ടത്. ഇതിൽ ഹിന്ദു ഐക്യവേദി ഇനി മുന്നോട്ടുള്ള ഈ വിഷയത്തിൽ മുന്നോട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ട്. സിന്ദൂരപ്പൊട്ട് മായ്ച്ചു കളയാൻ നിർദ്ദേശിച്ചെന്ന ആരോപണം സംഘടന ഗൗരവതരമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കും. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതാക്കളെല്ലാവരും ഈ വിഷയത്തിൽ ഗൗരവത്തോടെ ഇടപെട്ടിരിക്കുകയാണ്. തൊഴിലിടങ്ങളിൽ മതപരമായോ വ്യക്തിപരമായോ ഇതൊരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ മറ്റു പല തൊഴിലിടങ്ങളിലും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതും പലപ്പോഴും അത് പുറത്തു വരുന്നില്ല എന്ന് മാത്രമാണ്. ഇപ്പോൾ ഇതൊരു പരാതി കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനൊരു വിഷയം പുറം ലോകം അറിഞ്ഞത്. ഒരു പ്രബുദ്ധ കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഒരു പ്രത്യേക കൂട്ടർക്ക് മാത്രം, ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന പ്രത്യേക കൂട്ടർക്ക് മാത്രമാണ് ഇവിടെ എല്ലാ അനുമതിയുള്ളത്. അവരെ പോലെ ഇപ്പോൾ മതേതര ഹിന്ദുക്കൾ ഇതൊക്കെ കാണണം. നമ്മുടെ ഒരാളുടെ മതപരമായ അല്ലെങ്കിൽ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ പാടില്ലെന്ന നിലപാട് സ്വീകരിക്കണം. അതാണ് ഹൈന്ദവ സംഘടനകളെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിലപാട്. എന്തായാലും ഈ ഒരു വിഷയം ഫാത്തിമ തെഹ്ലിയ അറിഞ്ഞില്ല എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതേസമയം ഈ ഒരു വിഷയത്തിൽ തട്ടം ധരിക്കാൻ നിർബന്ധിച്ചെന്ന പരാതി പുറത്തു വന്ന ശേഷം സ്ത്രീകൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഷോൾ ധരിച്ചെന്ന സ്ഥാപന ഉടമയുടെ വിശദീകരണത്തിൽ ഒരു വൈരുദ്ധ്യം വന്നായിരുന്നു. അതിനാൽ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരാൻ കൂടുതൽ വ്യക്തത ആവശ്യമാണ്. അതിനാൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആരാണ് ഇത് നിർദ്ദേശം നൽകിയത്, അതെങ്ങനെയാണ് നടപ്പാക്കിയത്, സിന്ദൂരപ്പൊട്ട് മായ്ക്കാൻ നിർദ്ദേശം നൽകിയോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കാൻ ഷെരീഫ് കുമ്മോളിക്കെതിരെ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഇനി നമ്മുടെ തൊഴിലിടങ്ങളിൽ വ്യക്തിപരമായോ മതപരമായോ കാര്യങ്ങളിൽ മറ്റൊരാൾ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കരുത്, മറ്റൊരു മത കാര്യങ്ങൾ ധരിക്കാൻ പറയില്ല, സിന്ദൂരപ്പൊട്ട് മായ്ച്ചുകളി തുടങ്ങിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത്തരത്തിൽ നമ്മളത് ശക്തമായി പ്രതികരിക്കുക. ഫാത്തിമ തെഹ്ലിയയ്ക്ക് അറിയാമല്ലോ, അവർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നില്ല, സ്ത്രീ സംരക്ഷണം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വിഷയത്തിൽ ഈ വനിതകളാണ് പരാതി നൽകിയത്. 24 വനിതകൾ അവിടെ ജോലി ചെയ്തിരുന്നു, അവരാണ് പരാതി നൽകിയത്. പക്ഷേ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ, ഹിന്ദു ഐക്യവേദി പോലുള്ള ഹൈന്ദവ സംഘടനകൾ ഇതിൽ പ്രതികരിച്ചിട്ടും ഇത്ര ഒരു വലിയ വിഷയമായിട്ട്, ഗൗരവമേറിയ ഒരു വലിയ വിഷയമായിട്ട് പോയും അവിടുത്തെ MLA, പേരാമ്പ്രയിലെ MLA ഫാത്തിമ തെഹ്ലിയ ഇതുവരെ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു പന്തികേടില്ലേ? അറിഞ്ഞിട്ടും മൗനം പാലിക്കുന്നതാണെങ്കിലോ? എന്തായാലും ഈ ഒരു വിഷയം നിങ്ങൾക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായിട്ട് ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, എനിക്ക് എൻ്റെ തത്വമയി പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ചുറ്റും എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് തത്വമയോട് പങ്കുവയ്ക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ, അതായത് മറ്റൊരു മതത്തിൻ്റെ ചിഹ്നങ്ങൾ അടിച്ചേൽപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുക. അതിനുള്ള സംഘടനകൾ, നിയമ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുന്നതിനായിട്ട്
ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.